ഹായ് കൂട്ടുകാരെ, നമസ്കാരം. BME ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പാരാത്രി വന്നിട്ട് എന്തിനാണ് ആ വീഡിയോ എടുത്തിട്ടേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു സർപ്രൈസാണ്. അടൂർ ഓക്സിജൻ വരെ ഞങ്ങളിന്ന് പോവുകയാണ്. അവിടെ നിന്നൊരു കോൾ വന്നിരുന്നു. അങ്ങനെ റെഡ് വൈൻ പ്രൊഡക്ഷൻസ് ടീമിൻ്റെ കുറച്ച് അംഗങ്ങൾ, ഞാനും സൂര്യജിത്തും മധുരാജുമാണുള്ളത്. സുജിത്തിനെയും ആദീശിനെയും ഞങ്ങൾക്ക് മിസ് ചെയ്തു. അങ്ങനെ ചെറിയൊരു സർപ്രൈസിന് വേണ്ടി ഞങ്ങൾ അടൂർ വരെ പോവുകയാണ്. അടൂർ ചെല്ലുമ്പോൾ പോകുന്ന വഴിയിൽ ബാക്കി പറയാം. ഓക്കെ, നമ്മൾ ഈ രാത്രി ഇപ്പൊ സമയം ഒരു 11:30 കഴിഞ്ഞ സമയത്ത് ഇപ്പൊ എങ്ങോട്ട് പോകാൻ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. വേറെ ഒന്നുമല്ല, ഒരു രാത്രി കിടന്ന് ഉറങ്ങി എന്നെയും കൊച്ചുള്ള ഇങ്ങേരെയും പൊക്കി എടുത്തോണ്ട് ഇങ്ങേര് എവിടെ പോവാന്ന് നമുക്ക് എല്ലാവർക്കും, എനിക്ക് ഉൾപ്പെടെ ഒരു പകുതിയായപ്പോ ഞാൻ ഇത് ഇയാളുടെ വണ്ടിക്കകത്തിരിക്കുന്ന ഈ ബ്രോഷർ കണ്ടപ്പോഴാണ് എനിക്ക് സംഭവം കത്തിയത്. വേറെ ഒന്നുമല്ല, ഇന്ത്യയിൽ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യാൻ പോണ വിവോ X70 എന്ന് പറയുന്ന വേർഷൻ ഇങ്ങേര് നമ്മൾ പോലും അറിയാണ്ട് പോയി ബുക്ക് ചെയ്ത് ഗൈസ്. നമ്മൾ എല്ലാരും തേച്ചു. പക്ഷെ അത് കുഴപ്പമില്ല, നമുക്ക് അതിന്റെ വിഷയമല്ല. പക്ഷെ അതൊരു എക്സൈറ്റിംഗ് ഒരു സംഭവം തന്നെയാണ്. കാരണം ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ നമ്മളെ പോലുള്ള ആള് ഫസ്റ്റ് ടൈമാണ് ആദ്യമായിട്ട് ബുക്ക് ചെയ്യുന്നത്. നമ്മുടെ ടീം തന്നെ, നമ്മുടെ കൂടെ ഒരു ഫ്ലാഗ്ഷിപ്പ് എടുക്കുന്ന അണ്ണൻ തന്നെ. അപ്പൊ പിന്നെ നമ്മളത് എൻജോയ്. നമ്മുടെ കൂട്ടത്തിൽ കുറെ പേര് മിസ്സിങ് ചെയ്യാം. അവര് പെട്ടെന്നായതുകൊണ്ട് രാത്രി 12 മണിക്ക് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ നമുക്ക് ഈ ഒരു ഓഫറും ഈ ഒരു സമയം പ്രൊവൈഡ് ചെയ്തത് അടൂർ ഓക്സിജന്റെ ടീമാണ്. അത് പുള്ളിക്കാരൻ അവിടെ ഹോൾഡ് ഉണ്ട്. അവിടെ അവരോട് പിള്ളേരായതുകൊണ്ട് ഒരു 7 മണിയാകുമ്പോൾ വിളിച്ചു പറഞ്ഞു ഇന്നോലാണ് നിങ്ങൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് വരെ നമുക്ക് ഒരു ലോഞ്ചിങ് സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നമ്മള് കേരളത്തിലെ ഫസ്റ്റ് അപ്പൊ അതൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാണ്. ബാക്കിയൊക്കെ നമുക്ക് ഓക്സിജൻ ചെന്നിട്ട് അവിടെ പോകാം. വിവോയുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് മോഡൽ വിവോ X70 Pro ആണ്. X70 Proയുടെ ഫസ്റ്റ് സെറിമണി എന്നറിയപ്പെടുന്ന ഏറ്റവും വിവോയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ്. ഓക്സിജൻ്റെ എല്ലാ ഷോറൂമിലും പർച്ചേസ് ചെയ്യാനായിട്ട് oxygendigitalshop.com എന്ന വെബ്സൈറ്റിൽ സന്ദർശിച്ചാലും ഈ പ്രൊഡക്റ്റ് റിസീവ് ചെയ്യാനായിട്ട് പറ്റും. ഈ പ്രൊഡക്റ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽ ഞങ്ങളുടെ ഡിജിറ്റൽ എക്സ്പേർട്ട് മിസ്റ്റർ റിനു ഡേവിഡ് അതിൻ്റെ കാര്യങ്ങൾ ഈ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. വിവോയുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് സീരീസ് ഇതാണ്. ഈ ഒരു മോഡൽ കൊണ്ട് പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കുന്നത് X70 സീരീസിൽ ഫോളോ ഡൗൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു കളക്ടർ തന്നെ ഒരു വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു മോഡലാണ്. മെയിനായിട്ട് ഫോട്ടോഗ്രാഫിക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു മോഡൽ ആദ്യം നൽകുന്നത്. 120Hz റിഫ്രഷ് റേറ്റോട് കൂടി തന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു ചിപ്സെറ്റ്, അതായത് വിവോയുടെ തന്നെ ഹോം ചിപ്പായ V1 ചിപ്പ് എന്നുള്ള രീതിയിൽ തന്നെ 5G സപ്പോർട്ടഡ് ആയിട്ടുള്ളൊരു മോഡലാണ് ഇതിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സൈഡ് എഡ്ജ് കവേർഡ് ആയിട്ടുള്ളൊരു മോഡലാണ്. 3D കർവ് ഡിസൈൻ ഇൻക്ലൂഡിങ് അതിൻ്റെ കൂടെ നമുക്ക് ചാർജർ, ഡാറ്റ കേബിൾ, അതുപോലെ തന്നെ ഹെഡ്സെറ്റ്, ഓഡിയോ ജാക്ക് ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നല്ല ഡിസൈനോട് കൂടി തന്നെ ഒരു ബാക്ക് കേസ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3D കർവ് ഡിസൈനിൽ തന്നെ ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത അനുസരിച്ച് നമുക്ക് നല്ലൊരു ക്ലാരിറ്റി ഇതിൽ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് സൈസ് ലെൻസാണ് ഇതിലേക്ക് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി പിക്കും അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ ഈ ഒരു മോഡൽ നമുക്ക് നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നൽകുന്നുണ്ട്. അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ക്യാമറ എഫിഷ്യൻസി. ഏതൊരു മൊഡ്യൂൾ എടുത്താലും നമുക്ക് ക്യാമറയ്ക്ക് സ്റ്റെബിലൈസേഷൻ, അതായത് വീഡിയോഗ്രാഫി, അതുപോലെ തന്നെ ക്യാമറയുടെ ക്വാളിറ്റി, ഇതിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റിയാണ് എപ്പോഴും ഒരു കസ്റ്റമർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് 50 MB മെയിൻ ക്യാമറയും 12 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും
അതുപോലെ തന്നെ തേർഡ് ക്യാമറ 12 മെഗാ പിക്സൽ 8 മെഗാ പിക്സലിൻ്റെ പെരിസ്കോപ്പ് ലെൻസും കൂടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂമിംഗ് കപ്പാസിറ്റി എത്രത്തോളം ആണെങ്കിൽ പോലും നമുക്കത് സൂക്ഷ്മതയോട് പിക്സൽ ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇത് കൊടുക്കുന്നുണ്ട്. വീഡിയോഗ്രാഫി പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ജിംബൽ ക്യാം എഫക്റ്റിൻ്റെ സ്റ്റെബിലൈസേഷനാണ് ഇത് കൊടുക്കുന്നത്. ആ ഒരു സ്റ്റെബിലിറ്റിയോട് കൂടി തന്നെ നമുക്ക് ഷേക്കിംഗ് ഉണ്ടായാലും ആ ഒരു ഇഷ്യൂസ് ഉണ്ടാകില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു പ്രത്യേകത. ഫ്രണ്ട് ക്യാമറ വരുമ്പോൾ 32 മെഗാ പിക്സലിൻ്റെ ലെൻസാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ക്യാമറയിലും നല്ലൊരു ക്ലാരിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നൈറ്റ് മോഡ് തന്നെ. നൈറ്റ് മോഡിൻ്റെ കാര്യത്തിൽ തന്നെ നമുക്ക് സൂപ്പർ മൂൺ മോഡ് തന്നെ. ഇപ്പം നമുക്ക് ചന്ദ്രൻ്റെ ഒരു ഫോട്ടോസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി സൂപ്പർ മൂൺ മോഡ് തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോർട്രേറ്റ് മോഡിൽ തന്നെ നമുക്കൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സൈസിൻ്റെ പ്രത്യേകതയോടെ തന്നെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി നമുക്ക് സൈസിൻ്റെ തന്നെ ഒരു 4 പോർട്രേറ്റ് മോഡ് തന്നെയാണ് ഇതിൽ അവൈലബിൾ ചെയ്തിരിക്കുന്നത്. അതിന് സൈസിൻ്റെ ബയോറ്റ പോർട്രേറ്റ് ഈ ഒരു സ്റ്റൈൽ പിക്കിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. നൈറ്റ് മോഡിൻ്റെ കാര്യത്തിൽ തന്നെ നമുക്ക് സൂപ്പർ മൂൺ മോഡ് തന്നെ. ഇപ്പം നമുക്ക് ചന്ദ്രൻ്റെ ഒരു ഫോട്ടോസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി സൂപ്പർ മൂൺ മോഡ് തന്നെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പോർട്രേറ്റ് മോഡിൽ തന്നെ നമുക്കൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സൈസിൻ്റെ പ്രത്യേകതയോടെ തന്നെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി നമുക്ക് സൈസിൻ്റെ തന്നെ ഒരു 4 പോർട്രേറ്റ് മോഡ് തന്നെ ഉണ്ട്. സോണാറിൻ്റെ പോർട്രേറ്റ്, അതുപോലെ തന്നെ പ്ലാനാറിൻ്റെ പോർട്രേറ്റ്, ഇങ്ങനെ 4 മൊഡ്യൂളുകളാണ് ഇതിൽ കൊടുക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഫിൽറ്ററും ഈ ഒരു കപ്പാസിറ്റിയിൽ ആഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഇതിൽ തന്നെ വരുന്നുണ്ട്. ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം ഇതിന് കൊടുക്കുന്ന ലെൻസിൻ്റെ കവേർഡ് പോലെ തന്നെ ബാക്ക് സൈഡിൽ എൻ്റെ ഗ്ലാസ് തന്നെ നല്ലൊരു കോട്ടിംഗ് ഫിനിഷോടുകൂടിയാണ് കൊടുക്കുന്നത്. AJ കോട്ടിംഗ് ആയ ഒരു മോഡലിന് നമുക്ക് സ്ക്രാച്ച് പ്രൂഫ് ആയിരിക്കും ബോഡി. അതെ, സ്ക്രാച്ച് പ്രൂഫ്, ഡസ്റ്റ് പ്രൂഫ് ഇതെല്ലാം നമുക്ക് ഇതിൽ തന്നെ ഡാമേജസോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടാകുന്നത്. ഇപ്പോൾ പ്രീ ബുക്ക് ചെയ്തെടുക്കുന്ന കസ്റ്റമർ ഓഫേഴ്സും കാര്യങ്ങളും ഇതിൽ തന്നെ റണ്ണിങ് ആണ്. ഇപ്പോൾ സാറ് പ്രീ ബുക്ക് ചെയ്തെടുക്കുന്നതോടുകൂടി തന്നെ സാറിന് 1 ഇയർ തന്നെ 6 മന്ത്സ് ആക്സിഡൻറ്റൽ ഡാമേജ് പ്രൊട്ടക്ഷൻ, അതുപോലെ ലിക്വിഡ് ഡാമേജ് പ്രൊട്ടക്ഷൻ എല്ലാം ഇൻക്ലൂഡിങ് കമ്പനി തന്നെ നമുക്ക് ഫ്ലാഗ്ഷിപ്പ് സീരീസ് ആണ് തരുന്നത്. നോർമലി ഫുൾ എഡ്ജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിമിംഗ് സീരീസ് തന്നെ ഗെയിം മോഡ് അങ്ങനത്തെ അവൈലബിലിറ്റി കാര്യങ്ങളെല്ലാം സ്പീഡായിട്ട് തന്നെ ടെക്നോളജി. നെറ്റ്വർക്ക് മോഡ് തന്നെ നമുക്ക് SA ആയാലും NSA ആയാലും ഏതാണ് മാർക്കറ്റിംഗ് ഫൈല് സപ്പോർട്ടായിട്ട് വരുന്നത് അത് നമുക്ക് സ്പീഡ് ടെക്നോളജി തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതെ, ഫ്ലാഗ്ഷിപ്പ് സീരീസ് ആയതുകൊണ്ട് തന്നെ എല്ലാ മൊഡ്യൂളിലും കവറപ്പ് ആയിരിക്കും. നമുക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു അൾട്രാ സ്മൂത്ത്നെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഏവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റും. എക്സ്റ്റൻഡ് വാറണ്ടി ആഡ് ചെയ്യാം. ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പിൽ നിന്ന് സാറിന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒന്നിൽ ഫുൾ ഡാമേജ് പ്രൊട്ടക്ഷൻ, O2 പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ഓഫർ സാറിന് കസ്റ്റമേഴ്സിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പെഷ്യലായിട്ട്. അതെന്ന് കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു എമൗണ്ട് മാത്രമാണ് അതിൽ നിന്ന് നമുക്ക് ഈടാക്കുന്നത്. പക്ഷേ വിത്തിൻ 15 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്കത് മാക്സിമം കസ്റ്റമർക്ക് അത് ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ എക്സ്റ്റൻഡ് വാറണ്ടി ഓക്സിജൻ്റെ പാർട്ടായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ കസ്റ്റമർ ഇത്ര നാളത്തേക്ക് ഫോൺ യൂസ് ചെയ്യുമ്പോൾ നോർമലി ചിപ്പ് പാർട്ട് കാര്യങ്ങൾ ഇതിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ XI പ്രൊട്ടക്ഷൻ എന്നുള്ളൊരു സർട്ടിഫിക്കേഷനോട് കൂടി നമുക്ക് നൽകിയിരിക്കുന്ന മോഡലാണ്. അതുകൊണ്ട് തന്നെ സ്മൂത്തായിട്ട് 120 Hz റിഫ്രഷ് റേറ്റോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു മോഡൽ ഈസി മെത്തേഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ലേറ്റസ്റ്റ്ലി വന്നിരിക്കുന്ന ഒരു പുതിയ ടെക്നോളജിയാണ് ഒരു മാർക്കറ്റിങ്ങിൽ. ഈ ഒരു X സീരീസ് ആണ് ഫ്ലാഗ്ഷിപ്പ് സീരീസിൽ ഈ ഒരു വിർച്വൽ റാം ടെക്നോളജി എന്നുള്ള കൺസെപ്റ്റിനെ കൊണ്ടുവന്നില്ല. അതുകൊണ്ട് തന്നെ ഭാവിയിൽ നമുക്ക് ഒരു ആപ്ലിക്കേഷനോ കാര്യങ്ങളോ യൂസ് ചെയ്യണം. റാമിൻ്റെ ഒരു മൊഡ്യൂൾ നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് 4 GB റാം കൂടെ ആഡ് ചെയ്യാം. അതായത് 2.0 എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ലാഗ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. ഓൾറെഡി കസ്റ്റമേഴ്സിന് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സ്റ്റൻഡ് റാം എന്നൊരു ടെക്നോളജി കൊടുക്കുന്നുണ്ട്. കസ്റ്റമർക്ക് തന്നെ ഈ ഒരു ഫീച്ചർ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാൻ പറ്റുന്നു. നമുക്ക് നോർമലി 8 GB റാം എന്നുള്ള കൺസെപ്റ്റ് മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡ് നമുക്ക് ഓഫ് ചെയ്തിട്ടാൽ മതി. സ്റ്റോറേജ് 256 GB ആണ് ഇതിൻ്റെ ഈ ഒരു മോഡലിൻ്റെ കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് 4 GB റാം എക്സ്പാൻഡ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡ് ഓഫ് ചെയ്തതിനു ശേഷം റീസ്റ്റാർട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നോർമലി ഉള്ള 8 GB റാമിനുള്ള പെർഫോമൻസ് നമുക്ക് ഇന്നും. ബാറ്ററി ബാക്കപ്പ് വരുമ്പോൾ 4500 mAh ബാറ്ററി ബാക്കപ്പിൽ നമുക്ക് 44 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജ് ടെക്നോളജിയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ചാർജ് ടെക്നോളജി നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പം എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന ടൈം ആണെങ്കിൽ പോലും നമുക്കൊരു 10 മിനിറ്റ് ചാർജ് ചെയ്തിട്ട് തന്നെ ഒരു 30% എബോവ് നമുക്ക് ചാർജ് കിട്ടുക.
അപ്പോൾ ആ ഒരു ഇപ്പം ഫാസ്റ്റായിട്ടാണ് ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടെക്നോളജി ബേസ് ചെയ്തിട്ട് എന്തുകൊണ്ടും ബെറ്റർ ഫോൺ മാറിയത്. സാധാരണ ദീപാവലിക്കാണ് ഇങ്ങനെ പൊട്ടിക്കുന്നത്.